نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله الشيطان أفعينا بالخلق الأول بل هم في لبس من خلق جديد ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു മുഖവുര എന്നു ആണെങ്കിൽ പറയാം. അതിന് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വേണമെങ്കിൽ ഒരു മുഖവുര പോലെ നമുക്ക് അങ്ങനെ കണക്കാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയവും സ്വതന്ത്രമായി തന്നെ വിലയിരുത്താവുന്നതുമാണ്. ഈ ഒരു മുഖവുര എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പിന്നെ ചോദിക്കുകയാണ്, ഇതൊക്കെ മുൻനിർത്തിയിട്ട് പറയട്ടെ, അഫഅയീന ബിൽ ഖൽഖിൽ അവ്വൽ. അഴിയ യഅ്യ എന്നുള്ളത് ഒരു പ്രത്യേക ക്രിയയാണ്. അശക്തനായി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അയിന് ഫൗൽ ഫേല് അയിന് ആദ്യത്തെ അക്ഷരം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അത് രണ്ടും ഇല്ലത്തിന്റെ അക്ഷരാണ്. അയ്യ എന്ന് പറഞ്ഞാൽ അജസ യഅ്ജിസു, ഒരു കാര്യം ചെയ്യാൻ കഴിയാതിരിക്കുന്നതിനാണ് പറയാ. അഴീന അഴീത്തു, ഞാൻ അശക്തരായി. അഫഅയീന, അപ്പോ നമ്മൾ അശക്തരായിട്ടുണ്ടോ, നമുക്ക് കഴിയാതെ പോയി എന്നാണോ അവർ കരുതുന്നത്? ബിൽ ഖൽഖിൽ അവ്വൽ, ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പിന്. മരണാനന്തരം മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കും. ഈ കാര്യമാണല്ലോ അവർ നിഷേധിക്കുന്നത്. അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവരെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഒന്നാമത്തെ സൃഷ്ടിപ്പ് ഇവിടെ നടന്നു എന്ന കാര്യം ഉറപ്പല്ലേ, കാരണം അവരിവിടെ ഉണ്ടല്ലോ. ഒന്നാമത്തെ ഒരു സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതേ പ്രകാരം രണ്ടാമത്തെ ഒരു സൃഷ്ടിപ്പ് അഥവാ സൃഷ്ടിപ്പിന്റെ ഒരു പുനരാവർത്തനം, അതിന് നമുക്ക് പ്രയാസം ഉണ്ടാകും. അന്ന് കരുതാൻ പറ്റൂലല്ലോ. അപ്പോ ഒന്നാമത്തേതാണ് ഏറ്റവും പ്രസക്തം.
അത് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം അവരിവിടെ ഉണ്ട്, അവര് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടികളാണ്. എന്നിരിക്കെ സൃഷ്ടിപ്പിന്റെ പുനരാവർത്തനത്തെ കുറിച്ച് പിന്നെ എന്തിനാണ് അവര് നിഷേധിക്കാൻ, അല്ലെങ്കിൽ അത് സംഭവിക്കൂല, നമ്മളതിന് കഴിയില്ല എന്നവർ വെക്കുന്നത്? അപ്പോ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തതിന് നമുക്ക് ഒരു കഴിവ് ചെയ്യാൻ പറ്റിയിരുന്നിട്ടില്ലല്ലോ, സൃഷ്ടിപ്പിന്റെ ആരംഭം കുറിക്കാൻ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ്. അഫഈന, നാം അശക്തരായിട്ടുണ്ടോ? ബിൽ ഖൽഖിൽ അവ്വൽ, ആദ്യത്തെ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിന് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോ പിന്നെ രണ്ടാമത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പ്രശ്നമേ അല്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബൽ എന്ന് പറയുന്നത് ഇസ്തിദറാക്കാണ്. മറിച്ച് ഹും ഫീ ലബ്സിൻ, അവര് ആശയക്കുഴപ്പത്തിലാണ്. അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടായതാണ്. അല്ലാതെ സൃഷ്ടിപ്പ് പുനരാവർത്തിക്കുക എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അള്ളാഹിനെ സംബന്ധിച്ച് സൃഷ്ടിപ്പിന്റെ ആരംഭം അള്ളാഹ്ക്ക് സാധിച്ചിട്ടുണ്ട്, അള്ളാഹ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിന് സൃഷ്ടിപ്പിന്റെ പുനരാവർത്തനം ഒരു പ്രശ്നമേ അല്ല. അവരാശയക്കുഴപ്പത്തിലായി എന്നുള്ളത് മാത്രമാണ്. ഏതിനെ കുറിച്ചാണ് അവർക്ക് ആശയക്കുഴപ്പം? മിൻ ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിപ്പിനെ കുറിച്ച്, അഥവാ മരണാനന്തരം അവരെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് അവരാശയക്കുഴപ്പത്തിലായി എന്നുള്ളത് മാത്രമാണ്. ലബ്സ്, ഇൽത്തിബാസ്, ആശയക്കുഴപ്പം. അതങ്ങനെയാണ്. ലബസ എൽബിസു, ലബ്സ്. ഇൽത്തബസ എൽത്തബിസു, ഇൽത്തിബാസ്, ആശയക്കുഴപ്പത്തിലാവുക എന്നുള്ളതാണ്. തെൽബീസ്, ഇബിലീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൽ നിന്ന് അടിസ്ഥാനം. ലബിസ, ലബ്ബസ എന്നാണ് തെൽബീസ്. ഇൽത്തബസ ഇഫ്താര വസുര, നമ്മൾ ധരിച്ചു എന്ന് പറയുന്ന വാക്ക് അതന്നെയാണ്. ലബിസ എന്ന് പറഞ്ഞാൽ ലാബിസു സൗബൈ സൂർ, ധരിക്കുക എന്നുള്ളത് ഇതേ വാക്ക് തന്നെയാണ്. ഇത് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്നെ സ്വന്തം വായിച്ചു നോക്കിയാൽ കിട്ടും. ഇനി ثم استدل تعالى بالخلق الأول, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദലീല് കൊണ്ടുവന്നു, ദലീല് പിടിച്ചു. ഇസ്തദല്ല ഇസ്തദില്ലു എന്ന് പറഞ്ഞാൽ ദലീല് പിടിച്ചു, തെളിവ് പിടിച്ചു. ഏതിനെയാണ് അള്ളാഹ് തെളിവാക്കിയത്? ബിൽ ഖൽഖിൽ അവ്വൽ, ഇസ്തദല്ല ബിഹി എന്നാണ് അതിന്റെ പ്രിപ്പോസിഷൻ. ഖൽഖുൻ അവ്വലിനെ, സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ അള്ളാഹു തെളിവായിട്ട് കൊണ്ടുവന്നു, തെളിവ് പിടിച്ചു. അൽ ഖൽഖുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൃഷ്ടിപ്പ് എന്നാണ്. ഒന്നാമത്തെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വഹുവൽ മൻശഉൽ അവ്വൽ, അതാണ് മനുഷ്യന്റെ ഉൽപ്പത്തി. മനുഷ്യ തുടക്കം, നശഅ ഉത്ഭവിക്കുക, തുടങ്ങുക എന്നൊക്കെയാണ്. ഒരു വസ്തുവിന്റെ ഉൽപ്പത്തിക്കാണ് മനുഷ്യ എന്ന് പറയാം. നശഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായി വന്നു എന്നാണ്. അതിന്റെ മസ്തർ മീമിയാണ് അൽ മൻശഉ, മൻശഅ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ അതിന് ഈ വാക്കാണ് ഉപയോഗിക്കുക അറബിയിൽ. അൽ മൻശഉൽ അവ്വൽ, മനുഷ്യൻ ആദ്യം ഉണ്ടായി വരുന്നു, അഥവാ അവന്റെ ഉൽപ്പത്തി. ആ ഉൽപ്പത്തിയെ അള്ളാഹു തെളിവായിട്ട് പിടിച്ചിരിക്കുന്നു, തെളിവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഏതിനുള്ള തെളിവ്? ആ പ്രയോഗം കണ്ടോ? ഇസ്തദല്ല ബിഹി അല, ഒരു കാര്യത്തെ തെളിവാക്കിയെങ്കിൽ ആ കാര്യത്തിന് മുന്നിൽ ബി എന്ന് പ്രയോഗിക്കും. ഏത് കാര്യത്തിനു വേണ്ടിയാണ് തെളിവാക്കിയത് അതിന്റെ മുന്നിൽ അല വെച്ചു കൊടുക്കും. അലൽ ഖൽഖിൽ ആഖർ, മറ്റൊരു സൃഷ്ടിപ്പിന്, അഥവാ സൃഷ്ടിപ്പിന്റെ പുനരാവർത്തനത്തിന്, പുനരുജ്ജീവിപ്പിക്കുന്നതിന്. വഹുവൻ നശ്അത്തുൽ ആഖിറ, അതിനാണ് പുനരുത്ഥാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ, ഉൽപ്പത്തിയെ അള്ളാഹു തെളിവായി ഉന്നയിക്കുകയാണ്. ഏതിനുള്ള തെളിവായിട്ട്? അന്നശ്അത്തുൽ ആഖിറ, പുനരുത്ഥാനത്തിനുള്ള തെളിവായിട്ട്. ഞാൻ സെന്റൻസ് വായിച്ചു നോക്കി. തുമ്മ ഇസ്തദല്ല, ഇസ്തദല്ല അല്ലാഹ്, ഫാഇൽ അവിടെ ഹദ്ഫ് ചെയ്തു.
മഹദൂഫായ ഫാഇലിലേക്ക് ഇഷാറത്ത് നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ എന്നുള്ള കലിമ അവിടുന്ന് ഒഴിവാക്കിയെങ്കിലും തആല അതിന് ചേർത്ത് കൊടുക്കുന്ന ഒരു ആട്രിബ്യൂഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. തആല അവൻ ഉന്നതനാണ്. അപ്പൊ ഉന്നതനായ അള്ളാഹു അവൻ തെളിവാക്കുന്നത് ബിൽ ഖൽഖിൽ അവൽ ഒന്നാമത്തെ സൃഷ്ടിപ്പിനെയാണ്. അതാണ് അൽ മൻശഉൽ അവൽ ഉൽപ്പത്തി. ആ ഉൽപ്പത്തിയെ ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ അവൻ തെളിവാക്കുന്നു. അലൽ ഖൽഖിൽ ആഖർ മറ്റൊരു സൃഷ്ടിപ്പിനെ രണ്ടാമത്തെ സൃഷ്ടിപ്പിന് വഹുവൻ നശ്അത്തുൽ ആഖിറ അതാണ് പുനരുദ്ധാനം. അപ്പോ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിനെ അള്ളാഹു പുനരുദ്ധാനത്തിനുമേൽ തെളിവാക്കിയാണ് ഇവിടെ പറയുന്നത്. അതാണ് അഫഈന ബിൽ ഖൽഖിൽ അവൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ് ഫകമാ അന്നഹു അല്ലദീ ഔജദഹും ബഅദൽ അദം ഫകമാ അതേ പ്രകാരം വൽ കാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ അതേപോലെ എന്നുള്ളതിനാണ് കമ എപ്പോഴും സായിദത്ത് എന്നതിന് പറയാ. സായിദത്തൊന്നും അല്ല, അത് വേറെ വിഷയമാണ്. പക്ഷെ നഹ്വില് പറയാ എന്നുള്ളത് സായിദത്താണ് എന്നാ പറയാം. യാതൊന്നു പ്രകാരം എന്താണ് യാതൊരു കാര്യം? അന്നഹു തീർച്ചയായും അവൻ. അന്നഹു അവിടെ ഹു എന്ന് പറയുന്ന ആ ലമീർ അള്ളാഹുവിലേക്ക് മടങ്ങൂല. ആ ലമീറിന് ലമീറു ശഅ്ന് എന്നാണ് പറയാ. തീർച്ചയായും കാര്യം എന്ന് നമ്മൾ അർത്ഥം പറയേണ്ടി വരും. അപ്പോ അല്ലദീ ഔജദഹും അവനാണ് കാര്യം. അല്ലദീ യാതൊരുവൻ ഔജദഹും അവരെ ഉണ്ടാക്കിയോ, മനുഷ്യരെ ഉണ്ടാക്കിയോ, ബഅദൽ അദം ഇല്ലായ്മക്ക് ശേഷം അവരവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് അദമ്. ഇല്ലായ്മക്ക് ശേഷം അവരിവിടെ ഉണ്ടായിരുന്നില്ല, ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിനുശേഷം അവരെ ഉണ്ടാക്കിയവനായവൻ അഥവാ അള്ളാഹു കദാലിക് അങ്ങനെ ഉണ്ടാക്കിയ പ്രകാരം കദാലിക് അതേ പ്രകാരം യുഈദുഹും അവരവരെ മടക്കും. മടക്കും ബഅദ മൗതിഹിം അവരുടെ മരണശേഷം വസൈറൂറത്തിഹിം അവരായിത്തീർന്നതിന് ശേഷം. സ്വാറ കാനന്റെ അഹവാത്തിൽപ്പെട്ടതാണ് സ്വാറ. അത് പൂർണ്ണക്രിയകളല്ല, ഓക്സിലറി വെർബ് എന്ന് നമ്മൾ പറയുന്ന ആ കൂട്ടത്തിലാണ് അത് വരിക. കാന സ്വാറ അസ്ബഹ അംസ അദ്ഹ ദല്ല ബാത്ത മാസാല മബരിഹ മഫത്തിയ മഫക്ക മാദാമ ലൈസ ഇത്ര ഉണ്ടായില്ല. അത് ഒറ്റക്ക് നിന്നാലേ അതിനൊരു അർത്ഥം കിട്ടൂല, വേറൊന്നുമായിട്ട് കൂടി നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഫിഅലും ഫാഇല് എന്ന് പറയുന്ന കോമ്പിനേഷൻ അല്ല ഉണ്ടാവുക ഈ ഓക്സിലറി വെർബിന്. അതൊരു ജുംലത്തുൻ ഇസ്മിയയിലാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുബ്തദ അതിന്റെ ഇസ്മും ആ മുബ്തദവും ഖബറും എന്ന് പറയുന്ന ഖബറിനെ അതിന്റെ ഖബറായിട്ടും അത് അഡോപ്റ്റ് ചെയ്യും. അതിൽപ്പെട്ട രണ്ടാമത്തെ ക്രിയയാണ് സ്വാറ. കാന എന്ന് പറഞ്ഞാൽ ഉണ്ടായി, ആയി എന്നൊക്കെയാണ് അർത്ഥം വരിക. സ്വാറ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മസ്ദറാണ് സൈറൂറത്ത്. അപ്പോ അവരെ ആയിത്തീർന്നതിന് ശേഷം ബഅദ മൗതിഹിം അവരെ മരണത്തിന് ശേഷം വസൈറൂറത്തിഹിം അവരായിത്തീർന്നതിന് ശേഷവും. എന്താണ് അവരായിത്തീർന്നത്? മരിച്ചതിന് ശേഷം എന്തായിത്തീർന്നു? ഇലാ റുഫാത്തിൻ. റുഫാത്ത് ഈ എല്ലിൻ കഷ്ണങ്ങൾക്കാണ് പറയാ. ഒരാൾ മരിച്ചതിന് ശേഷം പിന്നീട് അവശേഷിക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ. വറുമം അതുപോലെ തന്നെ ജീർണിച്ച അവശേഷിപ്പുകളും എല്ലിൻ കഷ്ണങ്ങളും അവശേഷിപ്പുകളും മാത്രമായി എല്ലോ പല്ലോ നഖമോ മുടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും അവശേഷിപ്പുകൾ പിന്നെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം മണ്ണിൽ ലയിച്ചു. അങ്ങനെ മരിച്ചതിന് ശേഷം എല്ലിൻ കഷ്ണങ്ങളും മറ്റ് അവശേഷിപ്പുകളുമായി തീർന്നതിന് ശേഷം അള്ളാഹു അവരെ അതേ പ്രകാരം മടക്കിക്കൊണ്ടുവരും. അദ്ദേഹം ഇനി നിങ്ങൾ നോക്കി ഫകമ കദാലിക് അങ്ങനെയാണ് ബന്ധം. അതെങ്ങനെയാണോ അതേ പ്രകാരം ഇത് നടക്കും.
അതെങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ അതേത് കാര്യമാണ്? അന്നഹുല്ലദി ഔജദഹും ബഅദൽ അദം. കാര്യം അവരാണ് അവരെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത്. ഇല്ലായ്മയ്ക്ക് ശേഷം അവരെ സൃഷ്ടിച്ചത് അവരാണ്. ആ അല്ലാഹു കദാലിക് അതേ പ്രകാരം യുഈദുഹും അവരെ മടക്കിക്കൊണ്ടുവരും. ബഅദ മൗതിഹിം വസയറൂറതിഹിം ഇലർ റുഫാതി വറുമം. മരണശേഷം മരിച്ച് അവര് എല്ലിൻ കഷ്ണങ്ങളും അതുപോലെ തന്നെ അവശേഷിപ്പുകളുമായി തീർന്നതിന് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ഫഖാൽ അങ്ങനെ അള്ളാഹു പറയുന്നു, അഫഅയീന അഴിയ യഅ്യ അഴിയ ഫഇല അല വസ്നി ഫഇല യഫഅലു. സുലാസി മുജറദ് 5 വസ്നിലാണ് വരിക. ഫഅല യഫഅലു യഫഉലു യഫഇലു. നാലാമത്തേത് മാദിയില വ്യത്യാസം വരിക. ഫഇല യഫഅലു ഫഉല യഫഉലു. അതിൽ പറഞ്ഞ നാലാമത്തെ വസ്ന് ഫഇല യഫഅലു, ആ വസ്നിലാണ് അയ്യ യഅ്യ. അപ്പൊ ഫഇല ആവുമ്പോ യഫഅലു, അതിന്റെ മുദാരി വരിക. അഫഅയീന നാം അശക്തരായോ. ഐ അഴിയ യഅ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം അഫഅജസ്ന നമ്മൾ അശക്തരായി എന്നാണോ? വലഉഫത് ഖുദ്റതുന വലഉഫത് ഖുദ്റതുന നമ്മുടെ ശക്തി ദുർബലമായി പോയി എന്നാണോ അവർ കരുതുന്നത്? എന്തിന് നമ്മൾ അശക്തരായി? ഏത് കാര്യത്തിന് അശക്തരായി? എന്തിന് നമ്മുടെ കഴിവ് കെട്ടുപോയി? ബിൽ ഖൽഖിൽ അവ്വൽ ആദ്യത്തെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അവരൊന്നുമല്ലാതിരിക്കുമ്പോൾ ആദ്യം അവരെ അദമിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിട്ടുണ്ടോ? ലഅഫത്ത് ഖുദ്റതുന നാം അതിന് അശക്തരായിട്ടുണ്ടോ? അയീന അജസ്ന വലഅഫത്ത് ഖുദ്റതുന നമ്മൾ അശക്തരാവുകയും നമ്മുടെ കഴിവ് കെട്ടുപോവുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ലായ്മയിൽ നിന്ന് അവരെ സൃഷ്ടിച്ചു കൊണ്ടുവരാൻ അതിന് നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ലൈസൽ അംറു കദാലിക് കാര്യം അങ്ങനെയല്ല. അദമിൽ നിന്ന് അവരെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവനെ സൃഷ്ടിക്കണമെങ്കിൽ എന്തേ വേണ്ടു? ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സൃഷ്ടിപ്പിനുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം അത്രയേ ഉള്ളൂ. ഒരു കാര്യം ഉണ്ടാകണം, അതിനെ സൃഷ്ടിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ ഒരു വചനമേ ആവശ്യമുള്ളൂ, കുൻ എന്നുള്ള വചനം. അതാണ് കലിമത്തുൽ ഖൽഖി വത്തക്വീൻ, ഖൽഖിന്റെയും തക്വീനിന്റെയും വചനം. സൃഷ്ടിക്കാൻ, അവൻ ചരാചരങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ അവൻ ഉപയോഗിക്കുന്ന അവന്റെ വചനമാണ് കുൻ. ആ കുൻ എന്ന കലിമത്തുൽ ഖൽഖ് വത്തക്വീൻ അത് അവൻ പറയുകയേ വേണ്ടു, ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ തോന്നും, ആദമിനെ അള്ളാഹ് അങ്ങനെ അല്ലല്ലോ. ആദമിനെ എല്ലാവരെയും അള്ളാഹു കുൻ എന്നുള്ള വചനം കൊണ്ട് തന്നെ സൃഷ്ടിച്ചത്. പക്ഷെ തശ്രീഫിന് വേണ്ടി കൈകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അത് തശ്രീഫൻ ലി ആദം, ആദമിന്റെ മക്കൾക്ക് അഥവാ ആ വർഗത്തിന് ഒരു തശ്രീഫാണ്. ഖലഖ്തു ബിയദയ്യ, ഖുർആനിൽ അല്ലാഹു ഒന്നിലധികം സന്ദർഭങ്ങളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചു, ഞാൻ എന്റെ 2 കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സൃഷ്ടിപ്പിന്റെ ആ രൂപം അതെന്താണ്? അത് തശ്രീഫൻ ലഹു, ആദമിനുള്ള ഒരു ശ്രേഷ്ഠതയാണ്. മാത്രമല്ല അത് ഒരു ശ്രേഷ്ഠതയായി തന്നെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസിനോട് പറഞ്ഞപ്പോ മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, എന്റെ കൈകൊണ്ടു ഞാൻ സൃഷ്ടിച്ചവന് സുജൂദ് ചെയ്യാൻ നിനക്കെന്തേ തടസ്സം? അത് തശ്രീഫിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം നടന്നു. പക്ഷെ അവിടെയും കലിമത്തുൽ ഖൽഖ് വത്തക്വീൻ കൊണ്ട് തന്നെയാണ് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫലം നഅ്ജസ്,
നമ്മൾ ഒരിക്കലും അശക്തരായിട്ടല്ല. ഫലം നഅ്ജിസ്, മുളാരി നഅ്ജിസ്, അജസ യഅ്ജിസു എന്നാണ് അധികം. ഒന്നിലധികം സീഗയിൽ മുളാരിയുള്ള ക്രിയയാണ്. പക്ഷെ അതിലേറ്റവും ളാഹിറായി വരുന്നത് അജസ യഅ്ജിസു. ഫലം നഅ്ജിസ്. വനഅയ, ലം എന്നുള്ളതിന്റെ ആ ജാസിമ് മുളാരിയ ക്രിയക്ക് ജസ്മു കൊടുക്കുന്ന ജവാസിമിൽപ്പെട്ടതാണ് ലം, ലമ്മ, ലാമുൽ അംരി, ലാലിൻ നഹി. ഈ 4 അതിൽപ്പെട്ടിട്ടുള്ള ലമ്മ് വന്നു. ആ ലമ്മ് അതിങ്ങോട്ട് രണ്ടാമത്തെ ക്രിയക്കും ബാധകമാണ്. അതുകൊണ്ട് അതിന് പൂർണ്ണക്രിയകളാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കും ജസ്മിന്റെ അലാമത്തായിട്ട്. ഇല്ലത്തിന്റെ അക്ഷരമാണ് എങ്കിൽ ആ ഇല്ലത്തിന്റെ അക്ഷരത്തെ കളയാണ് ചെയ്യുക. അപ്പൊ രണ്ടാമത്തേത് അലിഫ്, അലിഫ് ഇല്ലത്തിന്റെ അക്ഷരമാണ്, അവസാനത്തെ അക്ഷരം, അതിനെ കളഞ്ഞു. ഫലം വനഇയ, നമ്മൾ അശക്തരായില്ല, നമ്മൾ നഅ്ജസ് അശക്തരായില്ല. അതേ അർത്ഥം തന്നെയാണ്, അതിന്റെ ഒരു പര്യായമാണ് വലം വനഇയ, നമ്മൾ അശക്തരായതുമില്ല. അൻദാലിക്, അതിന് ഏതിന് അശക്തരായിട്ടില്ല? അനിൽ ഖൽഖിൽ അവ്വൽ, ഖൽഖുൽ അവ്വലിന് ഒന്നും അല്ലാത്ത ഘട്ടത്തിൽ ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മയ്ക്ക് ശേഷം അവരെ സൃഷ്ടിക്കുന്നതിന് നമുക്ക് ഒരു അശക്തിയോ അല്ലെങ്കിൽ ഒരു കഴിവുകേടോ ഉണ്ടായിട്ടില്ല. വഇന്നമാഹും ഫീ ലബ്സിൻ, മറിച്ച് അവർ ആശയക്കുഴപ്പത്തിലാകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നമ എന്നത് ഇന്നയും മായും ചേർന്നതാണ്. പക്ഷെ രണ്ടുകൂടിയും കൂടി ആ കോമ്പിനേഷൻ വരുമ്പോ അർത്ഥം ഹസറിന്റെ മായനയാണ് വരിക, തേക്കീദിന്റെ അല്ല, ഹസറിന്റെ മായന വരിക. ഇന്ന എന്നുള്ളൊരു തേക്കീദ്. പക്ഷെ മാ അതിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് യുഫീദുൽ ഹസർ, ഹസറിനെയാണ് പിന്നെ അത് അറിയിക്കുക. ഹസറിന്റെ മായനയാണ് അത് ചേർത്ത് തരിക. ആ ഹസർ അതിന് തൊട്ട് ശേഷം വരുന്നതിനല്ല, അതിന്റെ ശേഷം വരുന്നതിലേക്കാണ്, നെക്സ്റ്റ് ടു നെക്സ്റ്റിലാണ് ഹസർ വരിക. ഇന്നമാഹും, അവർ മാത്രമാണ് എന്ന് പറയരുത്. അവർ ഫീ ലബ്സിൻ, ലബ്സിൽ മാത്രമാണ്. അപ്പോ ഹും എന്നുള്ളതാണ് താലി, നെക്സ്റ്റ്, താലിയുടെ താലി, നെക്സ്റ്റ് ടു നെക്സ്റ്റ്, തൊട്ടടുത്ത ശേഷം വരുന്നതിന്റെ ശേഷമുള്ളത്. അപ്പോ ഇന്നമാഹും ഫീ ലബ്സിൻ, അവർ ലബ്സിൽ മാത്രമാണ്. ആ ലബ്സിലേക്ക് മാത്രം എന്ന ഹസറിന്റെ മായന ചേർത്ത് കൊടുക്കുക. നമ്മൾ അശക്തരായിട്ടില്ല, നമുക്കൊരു കഴിവുകേട് ഉണ്ടായിട്ടില്ല, നമ്മളത് സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചത് ബി കലിമത്തിൽ ഖൽഖി വതക്വീൻ എന്ന് പറയുകയേ വേണ്ടൂ. ആദമിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയും ഒക്കെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ആദമിനെ കൈകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തശ്രീഫ് അല്ലഹു, ആദമിനുള്ളത് തശ്രീഫ് മാത്രമാണ്. വൈന്നമാഹും, മറിച്ച് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ കാര്യത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭമാകട്ടെ അല്ലെങ്കിൽ ആവർത്തനമാകട്ടെ, ആ ആവർത്തനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആരംഭത്തിന്റെ കാര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫീ ലബ്സിൻ, അവരാശയക്കുഴപ്പത്തിലായതാണ്. ആശയക്കുഴപ്പത്തിലാകാൻ ഒരു വകുപ്പുമില്ല. ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ട് പറയേണ്ടത് ഒന്നാമത്തെ സൃഷ്ടിപ്പിനാണ്. അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവരോടുണ്ടല്ലോ. നമ്മൾ ഉയരെടുത്ത് വന്നവരാണ്, നമുക്ക് ഉയരുണ്ട്, നമ്മൾ സൃഷ്ടികളായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അത് നിഷേധിക്കാൻ നിവൃത്തിയില്ല. അത് കഴിഞ്ഞു എങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് അതിന്റെ ഒരു ആവർത്തനത്തിന് എന്താ എത്ര പ്രശ്നം? അതിനാൽ ആവർത്തനത്തിനും പ്രശ്നമല്ല, ഒട്ടും പ്രശ്നമല്ല. ആരംഭത്തിലും അള്ളാഹ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഹാദല്ലദീ ശക്കൂ ഫീഹി ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, അവര് ആശയക്കുഴപ്പത്തിലായി. ഏതിന്റെ കാര്യത്തിൽ? മിൻ ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിപ്പിനെ കുറിച്ച്, അഥവാ സൃഷ്ടിപ്പിന്റെ ആവർത്തനത്തെ കുറിച്ച്, അഥവാ പുനരുദ്ധാനത്തെ കുറിച്ച്. ഹാദ, ഇത്, അല്ലദീ ശക്കൂ ഫീഹി, അതിനെക്കുറിച്ചാണ് അവര് സംശയിച്ചത്, അതിനെക്കുറിച്ചാണ് അവർ സന്ദേഹത്തിലകപ്പെട്ടത്. ഹാദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖൽഖുൽ ജദീദ്, പുതിയ സൃഷ്ടിപ്പ്, അഥവാ ബഅ്സുഹും, അള്ളാഹു അവരെ പുനരുജ്ജീവിപ്പിക്കും എന്നുള്ള കാര്യം, അതിലാണ് അവർ ആശയക്കുഴപ്പത്തിലായത്. വൽതബസ അലൈഹിം അംറുഹു, വൽതബസ അലൈഹിം, അവരുടെ മേൽ ഇൽത്തിബാസായി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ലബിസ,
ലബ്ബസ, ഇൽത്തബസ. ലബിസ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ധരിച്ചു, നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനാണ് പറയാം. ഇവിടെ ലബിസ, ഇവിടെ ലബിസു, ഇവിടുത്തെ അവൻ ധരിക്കുന്നത് അല്ലെങ്കിൽ അവൻ അകപ്പെടുന്നത് ആശയക്കുഴപ്പത്തിലാണ്. ഒരാളെ പറഞ്ഞ് ആശയക്കുഴപ്പത്തിലാകണമെങ്കിൽ ലബ്ബസ്തുഹു, ഞാനത് അവനെ പറഞ്ഞ് സ്വീപ്പാക്കിയിട്ടുണ്ട്. പിശാചിന്റെ പണിയന്റെ അതാണ് തെൽബീസ്. അതാണ് തെൽബീസ് ഇബ്ലീസ് എന്ന് പറഞ്ഞ കിതാബ് തന്നെ വന്നത്. അപ്പൊ ഇൽത്തിബാസ് എന്നുള്ളത് അങ്ങനെ ആശയക്കുഴപ്പത്തിലാകുക എന്നുള്ളതാണ്. വൽതബസ അലൈഹിം, ആർക്കാണോ ആശയക്കുഴപ്പമാകുന്നത് അവരുടെ കാര്യത്തിന്റെ മുകളിൽ ആ പ്രിപ്പോസിഷൻ പ്രയോഗിക്കുക എന്നുള്ളത് അറബിയിലൊരു പ്രധാനമാണ്. പ്രിപ്പോസിഷൻ നമ്മൾ എത്ര നോൺ അറബ്സ് എത്ര സൂക്ഷിച്ചാലും എവിടെയെങ്കിലും നമുക്ക് തെറ്റും. അതൊരു ഭാഷ, അത് അമ്മിഞ്ഞപ്പാലിന്റെ കൂടെ കിട്ടണം എന്നെങ്കിലേ അത് തീരുള്ളൂ. ഇംഗ്ലീഷിലും ആ പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവർക്ക് എവിടെയെങ്കിലും തെറ്റുകയാണെങ്കിൽ അവരുടെ പ്രപ്പോസിഷൻ കറക്റ്റ് ആവില്ല എന്നുള്ളത് മാത്രം. അതാകണമെങ്കിൽ നേറ്റീവ് തന്നെ ആകണം. അല്ലെങ്കിൽ ഒരു ഭാഷ നേറ്റീവ് അല്ലെങ്കിൽ ഉജ്മത്ത് അത് ഉറപ്പാ. അത് ഉജ്മത്ത് ഉറപ്പാണ്, കുറച്ചുണ്ടാകും. നമ്മൾ എത്ര എഴുതിയാലും നമുക്ക് അറിയണ തന്നെ അത് ഉപയോഗത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വൽതബസ അലൈഹിം, അവരുടെ മേൽ ഇൽത്തിബാസായി, അവർക്ക് ഇൽത്തിബാസായി. ഏത് കാര്യം? അമ്രുഹു, അതിന്റെ കാര്യം പറഞ്ഞാൽ അമ്രുൽ ഖൽഖിൽ അവ്വൽ. ഹു എന്ന ളമീർ യഊദു ഇലൽ ഖൽഖിൽ അവ്വൽ. ഖൽഖുൻ ജദീദ് എന്ന് പറഞ്ഞില്ലേ, തൊട്ട് മുമ്പ്. ഇതിന്റെ തൊട്ട് എപ്പോഴും ളമീർ മടക്കുമ്പോ ഏറ്റവും അഖറബിലേക്ക് മടക്കണം. ഇവിടെ അഖറബ് മിൻ ഖൽഖിൻ ജദീദ് എന്നതിന്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഖൽഖിലേക്കാണ് ആ ളമീർ മടങ്ങുന്നത്. അപ്പൊ അവർക്ക് ഇൽത്തിബാസായി, ഇൽതബസ അലൈഹിം. എന്ത് കാര്യമാണ് ഇൽത്തിബാസായത്? അമ്രുഹു, അമ്രു അൽ ഖൽഖിൽ ജദീദ്. മിൻ ഖൽഖിൻ ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സൃഷ്ടിപ്പ്. ഇനി മരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിപ്പിന്റെ ഒരു ആവർത്തനം നടക്കും, അവരെ പുനരുജ്ജീവിപ്പിക്കും. ആ പുനരുജ്ജീവിപ്പിക്കുക എന്നതിനെ കുറിച്ച് അവർക്ക് ഇൽത്തിബാസാവുകയാണ് ചെയ്തത്. മഅ അന്നഹു ലാ മഹല്ല ലിലബ്സിൻ ഫീഹി, മഅ അന്നഹു, അതോടൊപ്പം, ലാ മഹല്ല, ഒരു സ്ഥാനമില്ല, ലിലബ്സിൻ ഫീഹി, അക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിന് ഒരു ഇടമില്ല. സത്യത്തിൽ ആദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, സൃഷ്ടിപ്പിന്റെ തുടക്കം അഥവാ ഉൽപ്പത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെയും ഫീഹി മഹൽ വഫീഹി നസർ. അത് കഴിഞ്ഞ ഘട്ടമാണ്, അത് കഴിഞ്ഞു, അതിന്റെ സാക്ഷികളാണ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം തീർപ്പായല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ പിന്നെ സംശയിക്കുന്നതിന് എന്തർത്ഥാണുള്ളത്? പുനരുദ്ധാനത്തിന്റെ കാര്യത്തിൽ സംശയിക്കുന്നതിന് എന്തർത്ഥാണുള്ളത്? ലാ മഹല്ല ലിലബ്സിൻ ഫീഹി, ലാ മഹല്ല, ഒട്ടും മഹല്ലില്ല, ഇടമില്ല. ലാ മഹല്ല, മഹല്ലില്ല, ഇടമില്ല, ലിലബ്സിൻ, ഒരു തരത്തിലുള്ള സന്ദേഹത്തിനും, ഫീഹി, അക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഖൽഖുൻ ജദീദിന്റെ കാര്യത്തിൽ. അവിടെ ളമീർ മടങ്ങുന്നത് ഖൽഖുൻ ജദീദിലേക്കാണ്. ലിഅന്നൽ ഇആദത, അങ്ങനെ പറയാൻ കാരണം, ലിഅന്ന, എന്തുകൊണ്ടെന്നാൽ, ലാം ലിത്തഅലീൽ, ആ ലാമിന് പറയാ ലാമുത്തഅലീൽ, അത് അന്നയിലേക്ക് ചേർന്നു. ലിഅന്ന, എന്തുകൊണ്ടെന്നാൽ. അപ്പോ എന്തുകൊണ്ടെന്നാൽ എന്നാണ് അർത്ഥം പറയാ. കാരണം അൽ ഇആദത, ആവർത്തനം എന്നുള്ളത്, മടക്കുക അല്ലെങ്കിൽ ആവർത്തിക്കുക, സൃഷ്ടിപ്പിന്റെ ആവർത്തനം അല്ലെങ്കിൽ പുനരുദ്ധാനം എന്ന് പറയുന്നത് അഹ്വനു, അത് കൂടുതൽ എളുപ്പമാണ്. മിനൽ ഇബ്തിദായി, സൃഷ്ടിപ്പിന്റെ പ്രാരംഭത്തെക്കാൾ, തുടക്കത്തെക്കാൾ. കമാ ഖാല തആല, ഇത് ഒരു യുക്തിയായിട്ട് പിന്നെ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹ് പറഞ്ഞതും അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ്, അവനാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നവൻ. വഹുവ, അവൻ, ഐ അല്ലാഹ്, അല്ലദീ, അത് അവനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇസ്മുൽ മൗസൂൽ കൊണ്ടുവന്നു, യാതൊരുവനാണ്.
യബ്ദഉ. അങ്ങനെ ഇസ്മുൽ മൗസൂൽ വന്ന സുലത്തുൽ മൗസൂൽ, അതിന്റെ സുല വേണം. ഇവിടെ സുല ജുംലത്തുൽ ഫിഅലിയ. യബ്ദഉ, അവൻ തുടങ്ങുന്നു. യബ്ദഉ, ബദഅ യബ്ദഉ, അവൻ യാതൊരുവനാണ്. യാതൊരുവൻ എന്ന് പറഞ്ഞാൽ യബ്ദഉ, തുടങ്ങുന്നവനായവനാണ് അള്ളാഹു. എന്താണ് തുടങ്ങുന്നത്? അൽ ഖൽഖ്, സൃഷ്ടിപ്പിന്. സൃഷ്ടിപ്പിന്റെ ആരംഭം കുറിക്കുന്നവനായവനാണ് അള്ളാഹു. സുമ്മ യുഈദുഹു, പിന്നെ സൃഷ്ടിപ്പിന്റെ ആരംഭം അവൻ തുടങ്ങി വെച്ചു. അങ്ങനെ അവനെ പിന്നെ വെറുതെ വിടുകയല്ല. അതൊരു ഘട്ടം വരെ കഴിഞ്ഞാൽ അവർ മരിക്കും, അവരെ അള്ളാഹു അവസാനിപ്പിക്കും. ഇവിടുത്തെ ജീവിതം പിന്നെ അവസാനിപ്പിച്ചതിന് ശേഷം അള്ളാഹ് അടുത്ത ഘട്ടത്തിൽ സുമ്മ, പിന്നീട് യുഈദുഹു, അവനെ ആവർത്തിപ്പിക്കും. ആ സൃഷ്ടിപ്പിനെ അവൻ ആവർത്തിക്കും. ഹു, അതിനെ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ യുഈദുൽ ഖൽഖ്. യബ്ദഉൽ ഖൽഖ് സുമ്മ യുഈദുഹു സുമ്മ യുഈദുൽ ഖൽഖ്, പിന്നെ സൃഷ്ടിപ്പിനെ അവൻ ആവർത്തിക്കുകയും ചെയ്യും. വഹുവ ഐ ഇആദത്തുൽ ഖൽഖ്, രണ്ടാമത്തെ സൃഷ്ടിപ്പ്. അഹ്വനു അലൈഹി, അതാണ് കൂടുതൽ എളുപ്പം. അലൈഹി, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തേതും എളുപ്പമാണ്, രണ്ടാമത്തേതും എളുപ്പമാണ്. പക്ഷെ കേൾക്കുന്ന ഒരാൾക്ക്, ചിന്തിക്കുന്ന ഒരാൾക്ക് അഹ്വൻ എന്ന് പറയുകയാണെങ്കിൽ ഏതിനെയാണ് അഹ്വൻ എന്ന് പറയേണ്ടി വരിക? രണ്ടാമത്തേതാണ്. അപ്പൊ ഈ രണ്ടാമത്തേതിന്റെ കാര്യത്തിലാണോ അവർ സംശയിക്കുന്നത്, ആശയക്കുഴപ്പത്തിലാകുന്നത്? ഒന്നാമത്തേതിൽ ഇനി അവർ ആശയക്കുഴപ്പം അവിടെ പിടികൂടാൻ ലാ മഹല്ലലോ, ഇൽത്തിബാസിന് മഹല്ലുമില്ല. കാരണം അവർ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതാണ്, ഇപ്പൊ അവർ ഉയരെടുത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വളരെ രസകരമായിട്ടുള്ളൊരായത്താണ്. അത് രണ്ട് രൂപത്തിൽ കാണാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായ ഒരു അവതരണമായി കാണാം, അതല്ലെങ്കിൽ ഈ കാര്യത്തിലേക്കുള്ള ഒരു മുഖവുരയായിട്ടും കാണാം. അപ്പൊ വിഷയങ്ങളെ അള്ളാഹു ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് എത്ര മനോഹരായിട്ടാണ്. അത് ആ ഖുർആനിലെ ആശയങ്ങളുടെ ഈ ക്രമം മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തോന്നും ഇതിൽ ഒരായത്ത് മറ്റൊരായത്തുമായിട്ട് ഒരു ബന്ധമല്ലല്ലോ, തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണല്ലോ എന്ന് തോന്നും. അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തുള്ള കുഴപ്പമാണ്. അപ്പൊ അതോടുകൂടി തീർന്നു. ഒറ്റ വാര വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം, നമ്മൾ സമയമായി. ثم استدل تعالى بالخلق الأول وهو المنشأ الأول على الخلق الآخر وهو النشأة الآخرة فكما أنه الذي أوجدهم بعد العدم അവനാണ് ഔജദഹും ബഅദൽ അദം കദാലിക്, അതേ പ്രകാരം യുഈദുഹും ബഅദ മൗതിഹിം വസൈറൂറതിഹിം ഇല റുഫാതി വറുമം ഫഖാൽ അഫഈന അയ അജസ്ന വضعفت قدرتنا بالخلق الأول ليس الأمر كذلك فلم نعجز ونعي عن ذلك وليسوا في شك من ذلك وإنما هم في لبس من خلق جديد هذا الذي شكوا فيه والتبس عليهم أمره مع أنه لا محل للبس فيه لأن الإعادة أهون من الابتداء كما قال تعالى وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.